ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 1 കപ്പ് അവലാണ് കേട്ടോ. 1 കപ്പ് അവൽ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ മാവൊന്നും ഇല്ലെങ്കിൽ 1 കപ്പ് അവലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബൗളിലേക്ക് 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എന്താ മട്ട അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് അവല് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് നൈസ് അവലാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇതിലോട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവല് മുങ്ങി നിൽക്കാൻ കണക്കിന് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ അവല് മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാമേ. കുതിരാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇതൊരു 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ളത് നൈസ് അവലല്ല, കട്ടി അവലാണെങ്കിലും നമുക്ക് ഇതേപോലെ 10 മിനിറ്റ് ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മാവിന്റെ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് കയ്യിലുള്ള ഏത് അവലാണെങ്കിലും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് എടുക്കാമേ. അപ്പൊ അതിനുവേണ്ടി ഞാൻ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ അതാ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ 10 മിനിറ്റിന് ശേഷം നോക്കി നോക്കൂ, നമ്മുടെ അവലെല്ലാം നല്ലോണം കുതിർന്ന് വെള്ളമൊക്കെ പകുതിയോളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അവലൊന്ന് വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റുന്നുണ്ട്. അരിപ്പയിൽ ഒഴിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മുടെ അവല് മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാമേ. അപ്പൊ അവല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ആദ്യം നമുക്ക് അവല് മാത്രമായിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാമേ. അപ്പൊ ഞാൻ അവല് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാമേ. അപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ദോശമാവിന്റെ പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് റെഡി ആയി കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാമേ. അപ്പൊ അടിച്ചെടുത്ത് റെഡി ആയി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പൊ ബൗളിലിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ അവലും അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ നമ്മൾ അവലെടുത്ത് അതേ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് റവയും കൂടെ എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 1 കപ്പ് വെള്ളം. ഇതെല്ലാം നമ്മൾ അവലെടുത്ത് അതേ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്ത ബൗൾ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു വലിയ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാമേ. ആ വീഡിയോ സ്കിപ്പായി കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ദോശമാവിന്റെ പരുവത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ മാവ് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മുടെ ദോശമാവിന്റെ ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിലേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ചുടാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടയി കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു തവി മാവ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇന്ന് നമുക്ക് വെറും ദോശയായിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം. അപ്പൊ ഞാൻ ഇന്ന് കുറച്ചൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അവൽ ഊത്തപ്പമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ, അതും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിന്റെ പുറത്തോട്ട് ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു ഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ട് മറുഭാഗവും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പൊ 2 ഭാഗവും ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ
അവൽ ഊത്തപ്പമാണ് കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് ഇനി ഉള്ളിയൊന്നും ഇഷ്ടമില്ല വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വെറും ദോശയായിട്ട് വേണമെങ്കിൽ മാത്രം നമുക്കിത് ചുട്ടെടുക്കാനും സാധിക്കും കേട്ടോ. കണ്ടോ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്കൊരു തക്കാളി ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഇൻസ്റ്റന്റ് അവൽ ഊത്തപ്പം ഇവിടെ റെഡിയായി കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുള്ളതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഇതേപോലെ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ മുൻപോട്ട് ഇൻസ്റ്റന്റ് ആയിട്ടും എളുപ്പത്തിനും തയ്യാറാക്കാൻ പറ്റിയ ഒരുപാട് ലഞ്ച് ബോക്സ് റെസിപ്പീസും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിന്റെ ഒക്കെ വീഡിയോസിനായിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.